ശ്രീ സന്ദീപ് വാര്യർ ഒരു വിധത്തിലുള്ള പ്രകോപനവുമില്ലാതെയാണ് മഹിളാ മോർച്ച പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. പ്രത്യേകിച്ച് ഈ വണ്ടിപ്പെരിയാർ വിഷയത്തിൽ പോലീസിനുണ്ടായ വീഴ്ച അത് എല്ലാവർക്കും പുറത്തു തന്നെ അറിയാവുന്നതാണ്. കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ അത്തരത്തിലൊരു പരാമർശവും ഉണ്ടായ ഒരു സാഹചര്യവും നിലനിന്നിരുന്നു. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഈ വിഷയത്തിലെ പ്രതിഷേധത്തിന് ഒരു വിധത്തിലുള്ള പ്രകോപനം മഹിളാ മോർച്ച പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ആ പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ അമ്മമാരുടെ ഹൃദയവേദനയും ഹൃദയവികാരവും ഏറ്റെടുത്തുകൊണ്ടാണ് മഹിളാ മോർച്ച ഇന്ന് തിരുവനന്തപുരത്ത് ഈ പ്രക്ഷോഭം നടത്തിയത്. ആ പ്രക്ഷോഭത്തിൽ മഹിളാ മോർച്ചയുടെ വനിതകൾ ഇന്ന് DGPയുടെ വീട്ടുപടിക്കലേക്ക് കടന്നു നിന്നുകൊണ്ട് വളരെ സമാധാനപരമായിട്ടൊരു പ്രതിഷേധം നടത്തുകയായിരുന്നു. പക്ഷെ ആ പ്രതിഷേധത്തോട് അങ്ങേയറ്റത്തെ ക്രൂരമായിട്ടുള്ള സമീപനമാണ് കേരള പോലീസ് കാണിച്ചതെന്ന് നിങ്ങൾ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരു തരത്തിലുള്ള സൃഷ്ടിക്കാത്ത മഹിളാ മോർച്ച പ്രവർത്തകരെ വളരെ മോശമായ രീതിയിൽ കായികമായി തന്നെയാണ് കേരളത്തിലെ പോലീസ് നേരിട്ടത്. വാസ്തവത്തിൽ ഇന്ന് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും ഹൃദയവികാരം ഏറ്റെടുത്തുകൊണ്ടുള്ളതാണ്. വണ്ടിപ്പെരിയാറിലെ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിലെ 6 വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ആ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെ ഭരണകൂടം കാണിച്ച വ്യഗ്രത, കേരളത്തിലെ പോലീസ് കാണിച്ച വ്യഗ്രത, അത് നീതിപീഠങ്ങൾ തന്നെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് ജഡ്ജ്മെന്റിൽ. അവിടെ ആ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കാൻ, ആ കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കാൻ, അവരുടെ കുടുംബത്തിൽ നീതി ലഭ്യമാക്കാൻ നമ്മുടെ സമൂഹത്തിന് സാധിച്ചിട്ടില്ല, കേരളത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് അത്യന്തം ദൗർഭാഗ്യകരമായിട്ടുള്ള വസ്തുതയാണ്. കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന അമ്മമാർ അവരുടെ വലിയ വേദന ഇന്ന് വാസ്തവത്തിൽ ആ പെൺകുട്ടിയുടെ കുടുംബത്തോടൊപ്പമാണ്. വാസ്തവത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ ഏറ്റവും നെറികെട്ട സമീപനമാണ് വണ്ടിപ്പെരിയാറിൽ കാണാൻ സാധിച്ചത്. മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ പ്രതിയെ ന്യായീകരിക്കാനും പ്രതിയെ വെള്ളപൂശാനും വേണ്ടി ചില മാധ്യമങ്ങൾ ആ പ്രതിയുടെ അഭിമുഖവുമായി കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ അത്ഭുതകരമായിരിക്കുന്നത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഡൽഹി റേപ്പ് കേസിലെ പ്രതികളുടെ അഭിമുഖം കൊടുത്ത ഈ BBC പോലെയുള്ള നെറുകെട്ട മാധ്യമ സ്ഥാപനങ്ങൾ അതേ രീതി തന്നെയല്ലേ ഇവരിവിടെ തുടർന്നത്? കേരളത്തിൽ ഇവരും ഇത് ചെയ്യുന്നത് അത് തന്നെയല്ലേ? അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും. ഈ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനത്തെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നത്? പ്രതിയെ വെള്ളപൂശാനും ന്യായീകരിക്കാൻ വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതും ഇത്ര അതിക്രൂരമായിട്ടുള്ള 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊന്ന കേസിലെ സാങ്കേതിക പിഴവുകൾ കൊണ്ട് മാത്രം, പോലീസിന്റെ പിഴവുകൾ കൊണ്ട് മാത്രം, തെളിവുകളുടെ അഭാവം കൊണ്ട് മാത്രം വെറുതെ വിട്ട ഒരു പ്രതിക്ക് ന്യായീകരണം ചമയ്ക്കാൻ വേണ്ടി കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനം നിങ്ങളുടെ പ്രൈം ടൈം ചെലവഴിച്ചു എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ മാധ്യമ ലോകം, മാധ്യമ പ്രവർത്തകർ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട സമയമാണ്. ഒപ്പം കേരളത്തിലെ പൊതുസമൂഹവും പോലീസും, ഇവിടെ പോലീസിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ള വീഴ്ച, ആ വീഴ്ചയിൽ കേരളത്തിലെ സ്ത്രീകളടക്കമുള്ള പൊതുസമൂഹത്തിലുള്ള വലിയ പ്രതിഷേധം, ആ പ്രതിഷേധമാണ് മഹിളാ മോർച്ച പ്രകടിപ്പിച്ചത്. ആ പ്രതിഷേധത്തെ കായികമായി അടിച്ചമർത്താമെന്നാണ് കേരളത്തിലെ പോലീസും പിണറായി വിജയനും കരുതിയിട്ടുള്ളതെങ്കിൽ ഇന്ന് മഹിളാ മോർച്ച തുടങ്ങിയിട്ടുള്ള പ്രതിഷേധം നാളെ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുക്കും. അത് വലിയ പ്രക്ഷോഭമായി വരും ദിവസങ്ങളിൽ രാജ്യമെമ്പാടും വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.